പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുന്ദരമായൊരു പുസ്തകമാണ് തോബിത്ത് ഗ്രന്ഥം. തോബിത്ത് ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കഥാരൂപത്തിൽ നമുക്ക് ധ്യാനിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവിനാൽ നിറഞ്ഞതിന് ശേഷം ഈ തോബിത്തിന്റെ പുസ്തകത്തിലെ കഥാഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. നമുക്ക് എല്ലാവർക്കും കിക്കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പരിശുദ്ധ ആത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് പോലെ വീശണമെന്ന് ഞാൻ ധ്യാനിക്കാൻ പോകുന്ന തോബിത്ത് ഗ്രന്ഥത്തിലെ സംഭവങ്ങളെല്ലാം ഹൃദയത്തിൽ സംരക്ഷിക്കാൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാം ധ്യാനിച്ച് പൂർത്തിയാക്കാൻ നമ്മളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളോട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് ഈ ഒരു കഥ പോലെ ഈ തോബിത്തിന്റെ പുസ്തകത്തിന്റെ ഈ ധ്യാന വിചിന്തനത്തിലേക്ക് കഥ പോലെയുള്ള ഈ തോബിത്തിന്റെ പുസ്തകത്തിലെ ഈ ധ്യാന വിചിന്തനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഗലാത്യ 1:3. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപയും സമാധാനവും ആശംസ ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, തോബിത്തിന്റെ പുസ്തക കഥാപാരായണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, ധ്യാനിക്കുക, ഹൃദയത്തിൽ വചനം സംഭവിക്കുക. പണ്ട് സൽമനേസർ രാജാവിന്റെ കാലത്ത് നിനവേ നഗരം ആക്രമിക്കപ്പെട്ടപ്പോൾ ആ നിനവേ നഗരത്തിൽ നിന്നും തടവുകാരായി കുറെ പേരെ പിടിച്ചുകൊണ്ടുപോയി. ആ പിടിച്ചുകൊണ്ട് പോയ കൂട്ടത്തില് നീതിമാനും നിഷ്കളങ്കനും സൽസ്വഭാവിയും കർത്താവിനേറെ പ്രിയപ്പെട്ടവനുമായ തോബിത്തും ഉണ്ടായിരുന്നു. തോബിത്ത് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, മരിച്ചവരോട് അനുകമ്പയുള്ള ആളായിരുന്നു, മരിച്ചവരെ സംസ്കരിക്കുന്നയാളായിരുന്നു, പാവപ്പെട്ടവരോട് ദയുള്ള ആളായിരുന്നു. അങ്ങനെ ഇരിക്കെ ദിനമേ രാജാവായ ആ നഗരത്തിന്റെ രാജാവായ സൽമനേസർ മരിക്കുകയും മറ്റൊരു രാജാവ് ആ നഗരത്തിൽ ഭരണമേൽക്കുകയും ചെയ്തു. അങ്ങനെ തോബിത്തും പ്രവാസികളായി ചിതറിപ്പാർത്തിരുന്ന പ്രവാസികളായി അങ്ങോട്ട് നാട് കടത്തപ്പെട്ട എല്ലാവരും അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തോബിത്തിന്റെ സ്വദേശത്തേക്ക് തിരിച്ച് മടങ്ങിപ്പോയി. തോബിത്തിന് ഒരു ഏക മകൻ ഉണ്ടായിരുന്നു.
വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ മകനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ മകന്റെ പേര് കൊച്ചു തോബിയാസ്. തോബിയാസ് എന്നാണ് ആ മകന്റെ പേര്. കുട്ടി തോബിയാസിനെയും ഭാര്യ അന്നയെയും തോബിത്തിന് മടക്കി കിട്ടി. തോബിത്ത് തിരിച്ചു വന്നതിന്റെ സന്തോഷത്തിൽ അവർ ഒരു വലിയ സത്യ നടത്തുവാൻ തീരുമാനിച്ചു. അപ്പോൾ തോബിത്ത് മകനോട് ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഭക്ഷണ സമയത്ത് തോബിത്ത് മകനോട് പറഞ്ഞു, മകനെ, ഏറ്റവും ദരിദ്രനായ ഒരാളെ നീ പോയി വിളിച്ചുകൊണ്ടുവരിക. അവന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കുറച്ചു നൽകാം എന്ന് പിതാവായ തോബിത്ത്, പാവപ്പെട്ടവരോട് വളരെ അനുകമ്പയുള്ള തോബിത്ത് പറഞ്ഞു. തോബിത്ത് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം ഒന്ന് തൊട്ടു നോക്കുന്നതിന് മുൻപ് തന്നെ കുട്ടി തോബിയാസ് വന്നു പറഞ്ഞു, പിതാവേ, അപ്പച്ച, നമ്മുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട ദരിദ്രനെ ആളുകൾ പാവപ്പെട്ട ദരിദ്രൻ വഴിയിൽ മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ഭക്ഷണ സാധനം തൊട്ടു നോക്കുക പോലും ചെയ്യാതെ എന്നാണ് ബൈബിളിൽ പറയുന്നത്. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്നു, നമ്മുടെ സമുദായത്തിൽപ്പെട്ട, അതായത് നമ്മുടെ നാട്ടിൽപ്പെട്ട ഒരാൾ വഴിയിൽ മരിച്ചു കിടക്കുന്നു. അപ്പം തോബിത്ത് ഭക്ഷണം തൊട്ട് നോക്കുക പോലും ചെയ്യാതെ എന്ന് ബൈബിൾ പറയുന്നു. ആ ഭക്ഷണം ഒന്ന് രുചിച്ച് നാവിൽ വെച്ച് ഒന്ന് രുചിച്ച് നോക്കുക പോലും ചെയ്യാതെ തോബിത്ത് ഓടി ആ മകൻ, ആ ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. മരിച്ചവരോട് അനുകമ്പയും ദയയും ദാക്ഷിണ്യവുമുള്ള ആളായതുകൊണ്ട് തന്നെ തോബിത്ത് അയാളെ പ്രാർത്ഥിച്ച് സംസ്കരിച്ചു. കുഴിവെട്ടി സംസ്കരിച്ചു കഴിഞ്ഞപ്പോൾ അശുദ്ധനായതുകൊണ്ട് അന്ന് യഹൂദർക്ക് അശുദ്ധനായാൽ പിന്നെ മൃതശരീരം തൊട്ടു കഴിഞ്ഞാൽ അയാൾ പിന്നെ അശുദ്ധനാണ്. അങ്ങനെ തോബിത്ത് അശുദ്ധനായതുകൊണ്ട് വീട്ടിൽ കയറാൻ പറ്റില്ല. കുളിച്ചിട്ടേ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. അശുദ്ധനായതുകൊണ്ട് വീട്ടിൽ പ്രവേശിക്കാൻ പറ്റില്ല. അശുദ്ധനായതുകൊണ്ട് ഒരു മതിലിനോട് പറ്റിച്ചേർന്ന്, ഒരു ചുമരിനോട് പറ്റിച്ചേർന്ന് തോബിത്ത് വിശ്രമിച്ചു. ഇവിടെ കുരുവികൾ കൂടുകൂട്ടുന്നുണ്ടായിരുന്നു. കുരുവികളുടെ ചൂട് കാഷ്ടം ഇരു കണ്ണുകളിലും വീണ് വെളുത്ത പടലങ്ങൾ ഉണ്ടായി എന്നാണ് ബൈബിളിൽ പറയുക. അങ്ങനെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. രാജാവ് നോക്കിയപ്പോൾ മൃതശരീരം കാണായിക കൊണ്ട് ആരാണ് ഇത് സംസ്കരിച്ചെന്ന് അന്വേഷിച്ചു. തോബിത്താണ് സംസ്കരിച്ചതെന്ന് ആരോ രാജാവിനെ അറിയിച്ചു.
തോബിത്ത് ഭയപ്പെട്ടു. തോബിത്തിന് വേല ചെയ്യാൻ പറ്റുകയില്ലാത്തത് കൊണ്ടും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഭാര്യ അന്ന അന്നാട്ടിലെ ചേച്ചിമാര്, അന്നാട്ടിലെ സ്ത്രീകൾക്ക് വശമായിരുന്ന തൊഴിലിന് പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. സ്ത്രീകൾ ചെയ്തിരുന്ന തൊഴിലിന് പോയി. എന്ത് തൊഴിലാണെന്ന് സുവിശേഷത്തിൽ പറയുന്നില്ല. സ്ത്രീകൾക്ക് വശമായിരുന്ന തൊഴിൽ എന്നാണ് പറയുന്നത്. ചെയ്തിരുന്ന തൊഴിലിന് പോയി. ഒരു ദിവസം തൊഴിൽ കഴിഞ്ഞ് തിരിച്ചെത്തിയ അന്ന തൊഴിൽ നന്നായി ചെയ്തതുകൊണ്ട് അന്നത്തെ ദിവസം അന്നയ്ക്ക് ചെയ്തതിൻ്റെ ശമ്പളത്തിന് പുറമെ, ശമ്പളം കൂടാതെ ഒരു ആട്ടിൻകുട്ടിയെയും മുതലാളി നൽകി. തോബിത്ത് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ആട്ടിൻകുട്ടിയെ കിട്ടിയത് എന്ന് ചോദിച്ചു. ആട്ടിൻകുട്ടിയുടെ കരച്ചിൽ കേട്ട് തോബിത്ത് ചോദിച്ചതാണ്, പാവം. കൂലിക്ക് പുറമെ സമ്മാനമായി കിട്ടിയതാണെന്ന് അവൾ പറഞ്ഞു എന്നാണ് സുവിശേഷത്തിൽ പറയുക. യജമാനൻ ജോലി നന്നായി ചെയ്തതുകൊണ്ട്, അന്ന ജോലി നന്നായി ചെയ്തതുകൊണ്ട് യജമാനൻ കൊടുത്തതാണ് എന്ന് അവൾ പറഞ്ഞു. എന്നാൽ തോബിത്ത് അത് വിശ്വസിച്ചില്ല. എന്നാൽ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. എന്നാൽ തോബിത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തോബിത്ത് പറഞ്ഞു, മോഷ്ടിച്ചതല്ലേ എന്ന് ചോദിച്ചു. കട്ടെടുത്തതല്ലേ എന്ന് ചോദിച്ചു. കട്ടെടുത്ത വസ്തു വീട്ടിൽ സൂക്ഷിക്കുന്നത് നന്നല്ല, തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒരുപാട് നിർബന്ധിച്ചു. കട്ടെടുത്തതല്ല എന്ന് ഒരുപാട് പറയാൻ നോക്കിയെങ്കിലും തോബിത്തിന് വിശ്വസിക്കാനായില്ല. തോബിത്തിന് വിശ്വസിക്കാനായില്ല. അപ്പോൾ അന്ന തോബിത്തിനോട് അന്നയുടെ വായിൽ വന്ന എല്ലാ ഇല്ലാവചനങ്ങളും തോബിത്തിനോട് പറഞ്ഞു. തോബിത്തിനോട് അന്ന ചോദിച്ചു, നിങ്ങളുടെ ദാനധർമ്മവും പുണ്യപ്രവൃത്തികളും എവിടെ പോയി എന്ന്. നിന്റെ ദാനധർമ്മവും സൽപ്രവൃത്തികളും എവിടെ എന്ന് ബൈബിളിൽ അന്ന തോബിത്തിനോട് ചോദിക്കുന്നത് വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. വലിയ ആളാണെന്നല്ലേ ഭാവം എന്നും ബൈബിളിൽ ചോദിക്കുന്നത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. തോബിത്തിന്റെ ചങ്ക് പൊട്ടി. തോബിത്ത് ഒരു കാര്യം ചെയ്തു. വീടിന്റെ മട്ടുപാവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം, വീടിന്റെ ഒരു സ്ഥലം, ആ മട്ടുപാവിൽ കയറി തോബിത്ത് ഒരു കാര്യം ചെയ്തു. കരങ്ങൾ ഉയർത്തി ചങ്ക് പൊട്ടി തോബിത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. തോബിത്ത് പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഒന്നെങ്കിൽ എന്നോട് കാരുണ്യം കാണിക്കുക, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തു നിന്നും എൻ്റെ ജീവൻ എടുക്കുക. കാരണം ഇനിയും കുത്തുവാക്കുകൾ കേൾക്കാനാണ് അങ്ങയുടെ ഹിതമെങ്കിൽ അത് താങ്ങാനുള്ള ശക്തി ഈ ദാസന് നൽകിയാലും. കുറച്ചു കഴിഞ്ഞ് തോബിത്തിന്റെ പരിചയക്കാരനായ റഗുവേലിന്റെ പുത്രി
ഹല്ലേലൂയ, യേശുവേ ആരാധന. കുറച്ചു കഴിഞ്ഞല്ല, അതേ സമയം തന്നെ, അപ്പോൾ തന്നെ തോബിത്തിന്റെ പരിചയക്കാരനും സുഹൃത്തുമായ രഘുവേലിന്റെ പുത്രി സാറായുടെ വീട്ടില് വലിയ ബഹളം നടന്നു. അതായത് അവൾ 6 ഭർത്താക്കന്മാർ 7 ഭർത്താക്കന്മാരെ അവര് ആ സാറ എന്ന പെൺകുട്ടി വിവാഹം ചെയ്തതാണ്. അവരെ ആരെയും ദുഷ്ടാത്മാവ് ആ പെൺകുട്ടിയുടെ കൂടെ വാഴാൻ അനുവദിച്ചില്ല. അവരെല്ലാവരെയും അസ്മോദേവോസ് എന്ന ദുഷ്ടപിശാചു വധിച്ചിരുന്നു എന്നാണ് സുവിശേഷത്തിൽ പറയുക. ആ പിശാചിന്, ആ അശുദ്ധാത്മാവിന്റെ പേര് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അസ്മോദേവോസ്. ആ പെൺകുട്ടി അതിനാൽ മാനസികമായി ഒരുപാട് വിഷമിച്ചു. അവളുടെ മനസ്സ് മാനസികമായി വല്ലാതെ ക്ലേശിച്ചു. ഒരു ദിവസം ഈ സാറ എന്ന ഈ പെൺകുട്ടിയുടെ പരിചാരികമാര് ഈ പെൺകുട്ടിയോട് കലഹിച്ചു. എന്നാ പറഞ്ഞാ കലഹിച്ചെന്നറിയാമോ? നീ തന്നെയല്ലേ ഭർത്താക്കന്മാരുടെ ജീവൻ എടുത്തത്? നീ തന്നെയല്ലേ അവരെ കഴുത്ത് ഞെരിച്ചു കൊന്നത്? വചനത്തിൽ പറയുന്നു, ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ്? നിന്റെ മക്കളുടെ മക്കളെയോ കാണാൻ ഞങ്ങൾക്ക് വരാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ പരിചാരികമാര് വഴക്കുണ്ടാകുന്നത്. പാവം ആ പെൺകുട്ടിയുടെ മനസ്സും തോബിത്തിന്റെ പോലെ തകർന്നു, മനം ക്ലേശിച്ചു. അവൾ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനിയും അധിക്ഷേപങ്ങൾ കേൾക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഏക മകളാണ്. ഞാൻ 6 പേരെ വിവാഹം ചെയ്തതാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. എൻ്റെ പിതാവിന് ഇനി എനിക്ക് വിവാഹം ചെയ്തു തരാൻ ഉറ്റവന്റെ ബന്ധുവോ ഇല്ല. അതുകൊണ്ട് കർത്താവേ, ഒന്നെങ്കിൽ എന്നെ ഈ ഭൂമിയിൽ പുറപ്പിക്കുക, അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കുക. ഇതേ പ്രാർത്ഥന തന്നെ തോബിത്ത് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെ സാറയും പ്രാർത്ഥിച്ചു. ഉടനെ സ്വർഗം ഇവർക്ക് 2 പേർക്കും നേരെ സ്വർഗം വലർക്കെ തുറന്നു. ഇവരുടെ 2 പേരുടെയും പ്രാർത്ഥന ദൈവത്തിന്റെ മഹനീയ സന്നിധിയിൽ റഫായേൽ ദൂതൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തി. റഫായേൽ ദൂതൻ കർത്താവിനോട് പറഞ്ഞു, ഇവർ ദൈവമേ, കുറെ നേരമായി നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്ന്. കർത്താവ് പറഞ്ഞു, ചങ്ക് പൊട്ടി എന്നെ വിളിക്കുന്ന ജനത്തിന്റെ അടുത്ത്, ഈ സാറയുടെയും തോബിയാസിന്റെയും അടുത്തേക്ക് നീ കടന്നു ചെല്ലുക എന്ന് റഫായേൽ ദൂതനോട് പറഞ്ഞു. കർത്താവിന്റെ അടുത്ത് നിന്ന് അനുവാദം വാങ്ങി റഫായേൽ ദൂതൻ പോകുകയാണ് തോബിത്തിന്റെയും കൊച്ചു തോബിയാസിന്റെയും അടുത്തേക്ക്. അപ്പോഴാണ് ഒരു ദിവസം തോബിത്ത് ചിന്തിക്കുകയാണ്, ഗബായേൽ എന്ന എൻ്റെ ഒരു
സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ കുറച്ചു പണം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പണം പോയി എടുത്തുകൊണ്ടുവരാൻ എൻ്റെ മകൻ കുട്ടി തോബിയാസിനോട് പറയാം. ഉടനെ കുട്ടി തോബിയാസിനെ തോബിത്ത് വിളിച്ചു. മോനെ. ഉടനെ തന്നെ എന്താണപ്പാ എന്നും വിളിച്ചുകൊണ്ട്, എന്താണപ്പാ, എന്താണ് പിതാവേ എന്ന് ചോദിച്ച് മകൻ അടുത്ത് ചെന്നു. അപ്പോൾ പറഞ്ഞു, മകനെ, നമ്മൾ പാവപ്പെട്ടവരായി പോയതിന് നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരുന്നാൽ മതി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, മകനെ, നമ്മൾ പാവപ്പെട്ടവരായി വിഷമിക്കുന്നതിൽ നിനക്ക് സങ്കടം വിചാരിക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. മേദിയായിലെ റാഗാസ് എന്ന സ്ഥലത്തിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. ഒരു ദിവസം ഞാൻ അവനെ കാണാൻ പോയപ്പോൾ ഒരു പണസഞ്ചി ഞാൻ അവനെ ഏൽപ്പിച്ചു. അത് നീ ചെന്ന് വാങ്ങിക്കൊണ്ടുവരണം എന്ന്. പിന്നീട് തോബിയാസിന് അപ്പച്ചൻ തോബിത്ത് കുറെ ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. കൊച്ചു തോബിയാസ് പറഞ്ഞു, പിതാവേ, ഞാൻ ആ പണം ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. എന്നാൽ ഞാൻ എങ്ങനെ പോകും? മേദിയയിലെ റാഗിയസ് എന്ന സ്ഥലം എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ തോബിത്ത് പറയാണ്, നിന്നോട് കൂടെ പോരാൻ യോഗ്യനും വിശ്വസ്തനും വിശ്വസിക്കാവുന്നവനും നിന്നെ നന്നായി നോക്കുമെന്ന് ഉറപ്പുള്ളവനുമായ ഒരുവനെ കണ്ടെത്തുക. വചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്, നിന്നോട് കൂടെ പോകാൻ ഒരാളെ കണ്ടുപിടിക്കുക എന്നാണ് വചനം പറയുന്നത്. ശരി അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് അപ്പച്ചനെ അപ്പച്ചന്റെ വാക്കനുസരിച്ച് കുട്ടി തോബിയാസ് പുറപ്പെടുകയാണ്. ഉറക്കെ പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അങ്ങനെ കുട്ടി തോബിയാസ് പുറപ്പെടുമ്പോൾ ആരെയും കാണുന്നില്ല. വളരെ ദൂരം കുട്ടി തോബിയാസ് അലഞ്ഞു, ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഒരു കൊച്ചു യുവാവ്, ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഒരു യുവാവ്, ഏതാണ്ട് ചെറുപ്പക്കാരനെന്ന് തോന്നിക്കാൻ യുവാവ് ആ വഴിയിലൂടെ നടന്നു വരുന്നത് നല്ല പുഞ്ചിരിയോടുകൂടി, നല്ല പ്രസന്ന മുഖഭാവനായ ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുന്നത് ശ്രദ്ധിച്ചു. അപ്പോൾ തോബിയാസ് വിളിച്ചു, ഹായ്, ഹലോ, സുഖമാണോ? ഞാൻ ഒരു സ്ഥലം വരെ പോകുന്നു, മേദിയയിലെ റാഗാസ് എന്ന സ്ഥലം. എനിക്ക് ആ സ്ഥലം അത്ര പരിചയമില്ല.
യുവാവേ, എൻ്റെ കൂടെ വരാമോ? യുവാവ് പറഞ്ഞു, അതിനെന്താണ്, ഞാൻ വരാം. ആ യുവാവ് റഫായേൽ മാലാഖയായിരുന്നു. എന്നാൽ തോബിയാസ് അറിഞ്ഞില്ല. ഈ കഥയുടെ അവസാന ഭാഗത്താണ് തോബിയാസ് തിരിച്ചറിയുന്നത്. ഈ പ്രസന്ന മുഖഭാവമുള്ള യുവാവ് തോബിയാസിനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിൽ പോയി പിതാവിനോട് പറഞ്ഞു, അപ്പച്ച, എൻ്റെ കൂടെ വരുവാൻ യോഗ്യനും സുന്ദരനുമായ ഒരു യുവാവിനെ ഞാൻ കണ്ടെത്തി അപ്പച്ച എന്ന് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, നല്ലത് മകനെ, ഒരു കാര്യം ചെയ്യുക, ആ ചെറുപ്പക്കാരനെ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് കൂട്ടിക്കൊണ്ടുവാ. അങ്ങനെ തോബിയാസ് സ്വാഗതം ചെയ്തു വീട്ടിലേക്ക്. റഫായേൽ മാലാഖ യുവാവിനെ സ്വാഗതം ചെയ്തു. ആ യുവാവ് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ തോബിയാസ് ചോദിക്കുന്നുണ്ട്, മകനെ, നിന്റെ പേരെന്താണ്, നിന്റെ ഗോത്രം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തിരുവചനത്തില് അസറിയാസ് എന്ന് പറയുന്ന ആളാണ് എന്ന് തോബിയാസ് റഫായേൽ ദൂതൻ പറയുന്നു. പേര് ചോദിച്ചു മനസ്സിലാക്കി. അതിനെ തുടർന്ന് പേര് ചോദിച്ചു മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇവർക്കെല്ലാം രണ്ടുപേർക്കും യാത്രാ മംഗളങ്ങൾ നേർന്ന തോബിയാസ് യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച് രണ്ടുപേരും പോകാനുള്ള ഒരുക്കത്തിലായി. പോകാൻ തുടങ്ങിയപ്പോൾ തോബിയാസിനോട് തോബിത്ത് പറഞ്ഞ സുന്ദരമായൊരു വാചകമുണ്ട്. മകനെ തോബിയാസ്, നീ പോകുക, നിന്റെ വഴിയിൽ കർത്താവ് ഒരു ദൂതനെ അയക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇത്രയും നേരം സുന്ദരമായി തോബിയാസിലൂടെയും തോബിത്തിലൂടെയും റഫായേൽ മാലാഖയെ തോബിയാസിന് നൽകിയതിനെ കുറിച്ചെല്ലാം ഇത്രയും നേരം സുന്ദരമായി ധ്യാനിക്കാൻ പറ്റിയത് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ദൈവജനമേ, അതേ തുടർന്ന് തോബിയാസും റഫായേൽ മാലാഖയെ കൂടി പുറപ്പെടുകയാണ്. യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം തോബിയാസ് ചെയ്തു. തോബിയാസ് റഫായേൽ മാലാഖയെ കൂടി പുറപ്പെട്ട് ഒരു പുഴക്കടവിൻ്റെ തീരത്തെത്തിയപ്പോൾ തോബിയാസ് കുളിക്കാൻ വേണ്ടി ഒന്ന് ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി ഒന്ന് കുളിക്കാൻ പുഴയിൽ ഇറങ്ങി. അപ്പോൾ ദാണ്ടെ ഒരു മീൻ തോബിയാസിനെ മെഴുങ്ങുവാനായി
മിഴുങ്ങുവാനായി വരുന്നു. തോബിയാസിനെ വിളിച്ച് ദൂതൻ പറഞ്ഞു, ഹലോ. അതിനെ വെട്ടിപ്പിളർന്ന അതിൻ്റെ ചങ്കും കരളും കൈപ്പായുമെടുത്ത് സൂക്ഷിക്കുക. തോബിയാസ് ചങ്കും കരളും കൈപ്പായുമെല്ലാം എടുത്ത് സൂക്ഷിച്ചു. അതിനെ അവർ പൊരിച്ചു തിന്നു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. പൊരിച്ചു ഭക്ഷിച്ചു എന്ന് വചനത്തിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ദൂതൻ പൊരിച്ചു ഭക്ഷിച്ചിരുന്നില്ല. വാസ്തവത്തിൽ ദൂതൻ അവസാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടത് ഒരു ഛായാചിത്രം മാത്രമാണ്, ഞാൻ തിന്നുകയോ കുടിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല എന്ന്. അങ്ങനെ രണ്ടുപേരും വീണ്ടും 2 അടി മുന്നോട്ട് നടക്കുകയാണ്. വീണ്ടും നടന്ന് രണ്ടുപേരും നടക്കുകയാണ്. അപ്പോൾ തോബിയാസിനോട് ദൂതൻ നടക്കുന്ന വഴിയിൽ അവര് കുശലം പറഞ്ഞുകൊണ്ട്, വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ തോബിയാസിനോട് റഫായേൽ ബലക, അതായത് അസറിയാസ് എന്ന യുവാവ്, കോമളനായ യുവാവ്, സുന്ദരനായ യുവാവ്, ചുമന്ന് തുടുത്ത് സുന്ദരനെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള യുവാവ് വർത്താനം പറഞ്ഞിങ്ങനെ പോകുമ്പോൾ തോബിയാസിനോട് പറഞ്ഞു, ഹലോ തോബിയാസേ, ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഇന്ന് നിന്റെ പിതാവിൻ്റെ ഒരു സുഹൃത്ത് രഘുവേൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നിന്റെ പിതാവിനുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ പിതാവിൻ്റെ ആ സുഹൃത്തിൻ്റെ അടുത്ത് ഒന്ന് താമസിക്കാം. അത് കഴിഞ്ഞ് രാവിലെ മടങ്ങാം. തോബിയാസെ, നിന്റെ പിതാവിൻ്റെ കൂട്ടുകാരന് സുന്ദരിയായൊരു മകളുണ്ട്, കോവളയായൊരു മകളുണ്ട്. സാറ എന്നാണ് ആ മോളുടെ പേര്. വളരെ സുന്ദരിയാണ്. നീ അവൻ്റെ ബന്ധുവല്ലേ, സ്വന്തക്കാരനല്ലേ, ബന്ധുവല്ലേ? അതുകൊണ്ട് നീ അവൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറഞ്ഞു. തോബിയാസ് പറഞ്ഞു, കൂട്ടുകാരാ, സുഹൃത്തെ, അസറിയാസേ, എനിക്ക് അത് പറ്റുകയില്ല. കാരണം അവൻ അവൻ്റെ മകൾ സാറ 7 ഭർത്താക്കന്മാരെ വിവാഹം ചെയ്തതാണെന്നും അവർ 7 പേരും അസ്മോദേവോസ് എന്ന ദുഷ്ടപിശാചിനാൽ വധിക്കപ്പെട്ടുവെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല. കാരണം എൻ്റെ പിതാവിനെയും മാതാവിനെയും എനിക്ക് പിരിയാനാകില്ല. ഞാനും എൻ്റെ മുൻകാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ! ഞാനും എൻ്റെ മുൻകാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ മുൻകാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എൻ്റെ പിതാവിന് ഞാനല്ലാതെ മറ്റൊരു മകനില്ല. ഞാൻ ഇല്ലാതായാൽ, അബദ്ധമൊച്ചവരെങ്കിലും എങ്ങാനും എനിക്ക് നഷ്ടപ്പെട്ടാൽ അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ അവർക്ക് വേറെ സന്തതികളില്ല, മക്കളില്ല.
അപ്പോഴ് തോബിത്ത് പറഞ്ഞു, തോബിത്തല്ല റഫായിൽ പറഞ്ഞു, അസറിയാസ് പറഞ്ഞു, പേടിക്കണ്ട സുഹൃത്തെ, കൂട്ടുകാരെ പേടിക്കണ്ട. അശുദ്ധാത്മാവ് വരും എന്നതിനെ പറ്റി നിനക്കൊരു വിഷമം വേണ്ട. ഒരു കാര്യം ചെയ്താൽ മതി. അശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലേ ഞാൻ നിന്നോട് നേരത്തെ നിന്നെ ഒരു മത്സ്യം വിഴുങ്ങാൻ വന്നപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, മത്സ്യത്തിൻ്റെ ചങ്കും കരളും കായ്പയും എടുത്ത് സൂക്ഷിക്കാൻ. അതെന്തിനാണെന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? അത് ആ മത്സ്യത്തിൻ്റെ ചങ്ക് നീ ആ വീട്ടില് അവളോടൊത്ത് കിടക്കാൻ പ്രവേശിക്കുമ്പോൾ ആ വീട്ടില് നല്ലൊരു തീക്കണ്ണിൽ കൂട്ടിയിട്ട് ചങ്കും കരളും കൂടി എടുത്ത് തീയിലിട്ടങ്ങ് കത്തിക്ക്. അതിൻ്റെ മണമേറ്റാൽ, അതിൻ്റെ മണം ശ്വസിച്ചു കഴിഞ്ഞാൽ അശുദ്ധാത്മാവ് അപ്പം തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുമല്ലോ. അപ്പം തന്നെ അവിടെ അശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ. വിശ്രമിക്കുമ്പോഴാണല്ലോ ഭർത്താക്കന്മാരെ അശുദ്ധാത്മാവ് വധിക്കുന്നത്. അതുകൊണ്ട് ഈ ചങ്കി കരടുമിട്ട് പുകച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മണം അശുദ്ധാത്മാവ് ശ്വസിക്കും. ഇതിൻ്റെ മണമേറ്റാലൂട്ടാൻ അശുദ്ധാത്മാവ് വാലും പൊക്കി ഓടിക്കും. അശുദ്ധാത്മാവ് അപ്രത്യക്ഷമായിക്കൊള്ളും എന്ന് പറഞ്ഞു. ഇത് കേട്ട് തോബിയാസിന് സന്തോഷമായി. തോബിയാസ് അവളെ വിവാഹം ചെയ്യുന്നത് തോബിയാസിന് ഇഷ്ടപ്പെട്ടു. തോബിയാസ് അവളിൽ അനുരക്തനായി അഭിലാഷം പൂണ്ടു എന്നാണ് വചനം പറയുക. തോബിയാസ് അവളിൽ അനുരക്തനായി, അവളിൽ തോബിയാസ് തീവ്ര അഭിലാഷം പൂണ്ടു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കുറച്ചു നേരം ദൈവത്തെ ഒന്ന് 1 മിനിറ്റ് മതി, 1 മിനിറ്റ് ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഈശോ നന്ദി, 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 നന്ദി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവര് യാത്ര തിരിച്ചു. തോബിയാസ് ചെയ്യാം എന്ന് പറഞ്ഞു, വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു. യാത്ര തുടർന്നു നടന്നവർ രഘുവേലിന്റെ അടുത്തെത്തി. ആ രഘുവേൽ എന്ന സുഹൃത്ത്, അദ്ദേഹം ഭാര്യ എദിന എന്നാണ് ഭാര്യയുടെ പേര്, എദിനായോട് പറഞ്ഞു, ഈ സഹോദരന് എൻ്റെ പ്രതിഭ്യപുത്രൻ തോബിത്തിന്റെ നല്ല ഷേപ്പുണ്ട്. അങ്ങനെയാണ് ബൈബിളിൽ പറയുക. പ്രതിഭ്യപുത്രൻ എന്നോ മറ്റോ ആണ് ബൈബിളിൽ പറയുന്നത്. ഈ സഹോദരന് എൻ്റെ സുഹൃത്തും എൻ്റെ സ്വന്തക്കാരനായ തോബിത്തിന്റെ ഷേപ്പ് ചായയുണ്ടല്ലോ. എന്നിട്ട് തോബിയാസിനോടും റഫായേലിനോടും അസറിയാസിനോടും ആ യുവാവിനോടും, കോമളനായ യുവാവിനോടും റഘുവേല് ചോദിച്ചു, കൂട്ടുകാരന്മാരെ, സ്നേഹിതരെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിനവേ വംശജരാണ് ഞങ്ങൾ. നിനവേ എന്നൊരു രാജ്യത്ത്, നിനവേ എന്നൊരു ദേശത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്നവർ പറഞ്ഞു. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ സഹോദരൻ തോബിത്തിനെ നിങ്ങൾ അറിയുമോ? അവൻ സുഖമായിരിക്കുന്നു എന്ന് അറിയും എന്ന് പറഞ്ഞു. അപ്പൊ തോബിയാസ് പറഞ്ഞു, സുഖമായിരിക്കുന്നു, അവൻ സുഖമായിരിക്കുന്നു എന്ന് രഘുവേല് ചോദിച്ചപ്പോൾ പറഞ്ഞു,
അവൻ സുഖമായിരിക്കുന്നു. തോബിയാസ് തുടർന്ന് പറയുകയാണ്, അവൻ എൻ്റെ പിതാവാണ്. ഉടനെ തോബിയാസ് തോബിത്തിന്റെ മകനാണ് എന്ന് അറിഞ്ഞപ്പോൾ മുട്ടൻ തോബിയാസിനെ അവൻ എഴുന്നേറ്റ് ഉത്തമനും കുലീനനുമായ തോബിത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു, ആലിംഗനം ചെയ്തു. ഉത്തമനും കുലീനനുമായ തോബിത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് തോബിയാസിനെ അവൻ ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. നല്ലവനും നിഷ്കളങ്കനുമായ തോബിത്തിന്റെ പുത്രനല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് തോബിയാസ് പറയുന്നത്, ആ തോബിത്ത് എന്ന എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ കുരുവികൾ കൂടുകൂട്ടിയിരുന്ന അപ്പച്ചൻ അറിഞ്ഞില്ല. അപ്പച്ചൻ്റെ കണ്ണില്, അപ്പച്ചൻ ആ മതിലിനോട് ചേർന്നാണ് കിടന്നുറങ്ങിയത്. അപ്പച്ചൻ്റെ കണ്ണില് കുരുവിയുടെ ചൂട് കാഷ്ടം വീണ് അപ്പച്ചൻ്റെ കാഴ്ച, രണ്ട് കണ്ണിൻ്റെയും കാഴ്ച കുറേശ്ശെ പോയി എന്ന്. കാഴ്ച നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ രഘുവേല് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഭാര്യ ഇതിനായും പുത്രി സാറായും ഒപ്പം കരഞ്ഞു എന്നാണ് വചനം പറയുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. പിന്നെ മറ്റൊരു വചനമുണ്ട്. ഈ തോബിയാസും റഫായേൽ മാലാഖയും രഘുവേലും എല്ലാവരും അകത്തേക്ക് കടന്നിരുന്നു. അവരെല്ലാവരെയും അകത്തേക്ക് സാറായും രഘുവേലും കൂട്ടിക്കെട്ട് പോയി. ഉടനെ തന്നെ അവർ ഈ കാര്യം, ഈ വിവാഹ കാര്യം, കല്യാണ കാര്യം സാറായെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാറായുടെ പിതാവ് രഘുവേലിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അവരിങ്ങനെ കളിച്ച് ചിരിച്ച് കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വർത്താനം പറയുന്നതിന്റെ ഇടയിൽ തോബിയാസ് പറഞ്ഞു, ഹേയ് രഘുവേലെങ്കിൽ ഹല്ലേലൂയ, തോബിയാസ് റഫായേലിനോട് പറഞ്ഞു, തോബിയാസ് സഹോദര, ഹലോ, ഈ കാര്യം ഒന്ന് പറ, കല്യാണ കാര്യം ഒന്ന് പറ, ഒന്ന് അപകരിപ്പിക്ക്. അപ്പൊ പറഞ്ഞു, ശരി, ഞാൻ അപകരിപ്പിക്കാം. ഇങ്ങനെ കളിച്ച് ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കുശലാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴ് ഈ അസരിയാസ് എന്ന ചെറുപ്പക്കാരൻ രഘുവേൽ എന്ന് പറയുന്ന അച്ഛൻ, രഘുവേൽ, താങ്കളുടെ മകൾ സാറായെ, അങ്കിളുടെ മകൾ സാറായെ എൻ്റെ സുഹൃത്തായ തോബിയാസിന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അവൻ നിങ്ങളുടെ ബന്ധുവാണ്, അതുപോലെ തന്നെ അവന് നിങ്ങളുടെ വളരെ ഇഷ്ടപ്പെടും. കാരണം നല്ല സുന്ദരിയായ കോട്ടയായ ഒരു പുത്രിയാണല്ലോ. അപ്പോഴ് രഘുവേല് അസറിയാസിനോടും തോബിയാസിനോടും റഫായേൽ മാലാഖയോടും തോബിയാസിനോടുമായിട്ട് പറഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് ആനന്ദിക്ക്. നീ ഈ എൻ്റെ മോൾക്ക്
ഈ നിൽക്കുന്ന എൻ്റെ മോൾക്ക് അവകാശപ്പെട്ടതാണ്, എൻ്റെ ബന്ധുവാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് നിന്നോട് ഓർമ്മപ്പെടുത്താൻ, ഉണർത്തിക്കാനുണ്ട്. എൻ്റെ മക്കളെ, എൻ്റെ പൊന്നുമോളാണിത്. എൻ്റെ പൊന്നുമോളെ ഞാൻ 7 ഭർത്താക്കന്മാർക്ക് വിവാഹം ചെയ്തു, 7 പേരും മരിച്ചു. അപ്പൊ തോബിയാസ് പറഞ്ഞു, അങ്കിൾ ഈ കാര്യത്തിൽ മറുപടി പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. നീ ഈ കാര്യത്തിൽ മറുപടി പറയാതെ ഞാൻ ഭക്ഷിക്കുകയില്ലെന്നാണ് വചനം പറയുന്നത്. നീ ഇക്കാര്യത്തിൽ മരം പറയാതെ ഞാൻ ഭക്ഷിക്കുകയില്ല. അപ്പോഴ് തോബിയാസ് ഈ സാറയുടെ കൈ ഇന്ന് നീട്ടിയിട്ട് പറഞ്ഞു, തോബിയാസിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഇപ്പോൾ മോശയുടെ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ഈ എൻ്റെ മകളെ, പ്രിയപ്പെട്ട എൻ്റെ മകളെ നിനക്ക് ഞാൻ ഭാര്യയായി തരുന്നു എന്ന് പറഞ്ഞു. അവര് ഉടനെ തന്നെ ഭാര്യ ഇതിനായും റഘുവേലും ഒരു ചുരുള് എടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. ഒരു പേപ്പർ എടുത്ത് ഇതിൽ വിവാഹ വാഗ്ദാനം എഴുതി, ചുരുളെടുത്ത് വിവാഹ വാഗ്ദാനം എഴുതി. ഒരു മുറി ഒരുക്കി സാറായെ ആ മുറിയിലേക്ക് പറഞ്ഞയച്ചു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ തോബിയാസിനെയും അവർ സാറായുടെ അടുത്തേക്ക് അയച്ചു. ഉടനെ സന്ധ്യയായി, രാത്രിയായി കഴിഞ്ഞപ്പോൾ തോബിയാസ് അസ്മോദേവൂസൊക്കെ ദുഷ്ടപിശാചിന്റെ കാര്യം ഓർത്തു. പക്ഷേ എൻ്റെ സുഹൃത്ത് അസറിയാസ് ഇങ്ങനെയൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ചങ്കം കരടും കൈപ്പയായിട്ട് ചങ്കും കരടും ഇട്ട് തീയലിട്ട് പൊരിച്ചാല്, പുകച്ചാല്, തീയലിട്ട് ചാമ്പലാക്കിയാല് പിശാച് ഓടിപ്പോകുന്ന എൻ്റെ സുഹൃത്ത് എന്നോട് ട്രിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഓർത്ത്. ഉടനെ ചങ്കും കരടും ഇട്ട് പുകച്ചു കഴിഞ്ഞപ്പോൾ അവര് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ സാറായോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു. തോബിയാസ് കർത്താവിനോട് പ്രാർത്ഥിച്ച സുന്ദരമായ പ്രാർത്ഥന എങ്ങനെയാണ്: കർത്താവേ, നീ എനിക്ക് തന്ന എൻ്റെ ഭാര്യയെ ഞാനിപ്പോൾ വിവാഹം ചെയ്തിരിക്കുന്നത് നിഷ്കളങ്കമായ പ്രേമ അഭിലാഷത്താലാണ്, ജഡികമായ താല്പര്യത്താലല്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയിലുണ്ടാകുന്ന പുത്രന്മാരെയും പുത്രിമാരെയും കണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ അവിടുന്ന് അവസരമൊരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ അവര് ഉറങ്ങാൻ പോയി. സാറ ആ പ്രാർത്ഥനയുടെ മറുപടിയായി ആമേൻ എന്ന് ഏറ്റുചൊല്ലി അങ്ങനെ അവർ ഉറങ്ങാൻ പോയി. എന്നാൽ റഘുവേലിനാകെ ഭയമായി. അവരും മരിക്കപ്പെട്ട് കാണുമോ, മരിച്ചുപോയി കാണുമോ, മൃതരായി കാണുമോ എന്ന് ഒരു ദാസിയെ വിളിച്ചു പറഞ്ഞു, ഹേ ദാസി, ഇവിടെ വരിക. നീ എൻ്റെ മകളുടെയും എൻ്റെ സുഹൃത്ത് തോബിത്തിന്റെ മകൻ തോബിയാസിന്റെയും മുറിയിലേക്ക് ചെല്ലുക. അവൾ സോമനസാലെ ഭർത്താവായി സ്വീകരിച്ച അവൻ മൃതനായോ എന്ന് നമുക്ക് നോക്കാം. മൃതനായി എങ്കിൽ, അവൻ മരിച്ചെങ്കിൽ അവനെ നമുക്ക് ആരും അറിയാതെ
അടക്കം ചെയ്യാം, മൃതസംസ്കാരം ചെയ്യാം. അപ്പോഴ് ഈ ദാസി ചെന്ന് നോക്കി. പരിചാരികയാണ്. പരിചാരിക ചെന്ന് നോക്കി. പരിചാരിക ചെന്ന് നോക്കിയപ്പോഴ് രണ്ടുപേര് സുഖമായിട്ട് ഉറങ്ങണ കണ്ടു. കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പറ്റിച്ചേർന്ന്, തോബിയാസിനോട് പറ്റിച്ചേർന്ന് സാറായോട് പറ്റിച്ചേർന്ന് തോബിയാസ് രണ്ടുപേരും സുഖമായിട്ട് കിടക്കുന്ന കണ്ടു. കെട്ടിപ്പിടിച്ച് നന്നായിട്ട് സുഖമായിട്ട് ഉറങ്ങുന്ന കണ്ടു. നല്ല സുഖമായിട്ട്, നല്ല സമാധാനത്തോടെ, ഒരു പേടിയുമില്ലാതെ സുഖമായി കിടന്നുറങ്ങുന്നത് കണ്ടു. തോബിയാസിന്റെ പുറയിലേക്ക് വിട്ട ആ ദാസി അത്ഭുതപ്പെട്ടു. ഇവൻ മരിച്ചില്ലേ എന്ന് അത്ഭുതപ്പെട്ടു. ഈ രഘുവേലിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, രഘുവേൽ ചേട്ടാ തോബിയാസ് മരിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ രഘുവേലിന് ഭയങ്കര സന്തോഷമായി. രഘുവേലൊരു കാര്യം ചെയ്തു. ശവക്കുടി ഒരു കുഴി കുത്തിയായിരുന്നേ. ആ കുഴി മൂടിക്കളയാൻ കൽപ്പിച്ചതിന് ശേഷം 14 ദിവസം നീണ്ടു നിന്ന 14 days നിന്ന വിവാഹ വിരുന്ന് അവൻ നടത്തി എന്ന വചനം പറയുക. 14 ദിവസം നീണ്ടു നിന്ന വിവാഹ വിരുന്ന് നടത്തി. വിവാഹ വിരുന്ന് പൂർത്തിയാകാതെ, വിവാഹ വിരുന്ന് കഴിയാതെ പോകരുത് എന്ന് യാചിച്ചു രഘുവേല്. അത് കഴിഞ്ഞപ്പോഴ് തോബിയാസിനാകെ ഭയമായി. കാരണം അമ്മ സങ്കടപ്പെടും, അപ്പച്ചൻ സങ്കടപ്പെടും, അമ്മ സങ്കടപ്പെടും. ഹലോ സുഹൃത്തെ അസറിയാസ്. തോബിയാസ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് 14 ദിവസം കഴിഞ്ഞ് പോകാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോഴ് തോബിയാസിനോട്, അസറിയാസിനോട്, സുഹൃത്തിനോട് തോബിയാസ് പറഞ്ഞു, കൂട്ടുകാരാവാ, എൻ്റെ പിതാവിൻ്റെ കൂട്ടുകാരനായ ഗബായേൽ എന്ന് പറയുന്ന ആ ഒരു സ്നേഹിതനായ ചേട്ടൻ്റെ അടുത്ത് പോയി ആ മുദ്ര പൊട്ടിക്കാത്ത ആ ഒരു പണസഞ്ചി, ആ ഒരു ഉപ്പ് പൊട്ടിക്കാത്ത, മുദ്ര പൊട്ടിക്കാത്ത ഒരു ചെക്ക്, ഒരു പണസഞ്ചി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിന് പണസഞ്ചി എടുത്തുകൊണ്ട് വന്നു. ഗബായേല് വിവാഹാശംസകൾ നേരുകയും ചെയ്തു. ഹാപ്പി വെഡിങ് ഡേ വിവാഹാശംസകൾ നേരുകയും ചെയ്തു. വിവാഹാശംസകൾ നേർന്നു. അത് കഴിഞ്ഞാണ് പ്രിയപ്പെട്ടവരെ തോബിയാസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട തോബിയാസിന്റെ അപ്പച്ചൻ തോബിത്ത്, അപ്പ തോബിത്ത് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. പണം നൽകാൻ ആരുമില്ലാതെ വന്നെന്ന് വരുമോ? ഗബായേൽമ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മരിച്ചുപോയി കാണുമോ എന്നോർത്ത് തോബിത്ത് സങ്കടപ്പെട്ടു. തോബിത്തിന്റെ ഭാര്യ ഹന്നയാണെങ്കിൽ ഭയങ്കര കരച്ചില്, സങ്കടം. ത്തിലാണ് നമ്മുടെ മകനെ തന്നെ വിട്ടത്, അവനെ ഇങ്ങനെ ഒരു ദൂരദേശത്തേക്ക് വിട്ടത്, അവന് അപകടം പിണച്ചത് തന്നെയാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞു. എന്നാ റഘുവേലിനോട് തോബിയാസ് പറഞ്ഞു, റഘുവേലെങ്കില് എൻ്റെ അപ്പച്ചൻ ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ്. എൻ്റെ
മിക്സിങ്, എന്നെ കാണാത്തത് മൂലം, എൻ്റെ മിസ്സിങ് മൂലം അച്ഛൻ ഭയങ്കര സങ്കടത്തിലായിരിക്കും ഇപ്പോൾ. അതുകൊണ്ട് അപ്പച്ചനും അമ്മയും വലിയ സങ്കടത്തിലായിരിക്കും ഇപ്പോൾ. അതുകൊണ്ട് എന്നെ എത്രയും വേഗം അപ്പച്ചൻ്റെ അടുത്തേക്ക് അയക്കുക. കാവൽക്കാരെ അയച്ച് വിവരം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും തോബിയാസ് സമ്മതിച്ചില്ല. പക്ഷേ അവസാനം തോബിയാസിന്റെ വാക്കിന് വഴങ്ങി. പക്ഷേ റഘുവേല് സമ്മതിച്ചു. ഭാര്യ എതിരാ പറഞ്ഞു, സമാധാനമായി പോവുക കുഞ്ഞെ എന്ന് പറഞ്ഞു. ഭാര്യ എതിരാ പറഞ്ഞു, മകനെ തോബിയാസ്, മോനെ അവളെ വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചു. കുട്ടിക്ക് അപകടം സംഭവിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞ് കുട്ടി തോബിയാസിനെ കാത്ത് ഇരിക്കുകയാണ് നമ്മുടെ ഈ അന്നയും തോബിത്തും. അന്ന രാത്രി മകൻ പോയ വഴിയിലേക്ക് ഇങ്ങനെ കണ്ണു പറ്റി നോക്കിയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് അവർ പോകുന്നതിന് മുൻപ് മരിച്ചിട്ടില്ല എന്ന് ഈ വാർത്ത അറിഞ്ഞപ്പോൾ റഘുവേല് പ്രാർത്ഥിച്ചു പ്രകാരമാണ്, കർത്താവേ, ഞാൻ ശങ്കിച്ചതുപോലെ, ഞാൻ ഭയപ്പെട്ടതുപോലെ, പേടിച്ചതുപോലെ സംഭവിച്ചില്ലല്ലോ. അവർക്കൊരു അപകടവും പറ്റിയില്ലല്ലോ. കർത്താവേ, നീ മഹോന്നതനാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ആണ് തോബിയാസിനെ പറഞ്ഞയക്കുന്നത്. തോബിയാസ് പോരുന്നതിൻ്റെ ഇടയിൽ ഇവിടെ തോബിയാസിന്റെ വീട്ടില് തോബിയാസിന്റെ അപ്പച്ചനും അമ്മയും സങ്കടത്തിലിരിക്കുന്നു. കുശലം പറഞ്ഞുകൊണ്ടാ പോകുന്നത്. തോബിയാസും സഹോദരനും, തോബിയാസും അസറിയാസും വർത്തമാനം പറയുന്നതിനിടയിൽ, തോബിയാസും അസറിയാസും സാറായും വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ തോബിയാസിനോട് അസറിയാസ് പറഞ്ഞു, സഹോദര, കൂട്ടുകാരാ, ഒരു കാര്യം ചെയ്യുക, മീനിന്റെ കയ്പ എടുക്കാൻ പറഞ്ഞു. മീനിന്റെ കയ്പ തിമരം ബാധിച്ച കണ്ണിൽ പുരട്ടിയാല്, കാഴ്ച നഷ്ടപ്പെട്ട തിമരം ബാധിച്ച കണ്ണില് കയ്പ പുരട്ടിയാൽ, കയ്പ തേച്ചു കൊടുത്താൽ മാറിക്കൊള്ളും എന്ന് പറഞ്ഞു. നമുക്ക് നിന്റെ ഭാര്യയ്ക്ക് പുറകെ ചെല്ലാം. നിന്റെ ബന്ധുവും നിന്റെ പിതാവിൻ്റെ സുഹൃത്തിൻ്റെ മകളുമായ നിന്റെ ഭാര്യയ്ക്ക് പുറകെ ചെന്ന് വീട്ടിൽ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താമെന്ന് പറഞ്ഞ് ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോൾ അന്ന പറഞ്ഞു, ചേട്ടാ, ദേ മനുഷ്യ, കൂടെ പോയ ആള് വന്നുണ്ട്, മകനും നമ്മുടെ മോനും മകന്റെ കൂടെ പോയ കൂട്ടുകാരനും വരുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞ് തോബിയ അമ്മയെ കെട്ടിപ്പിടിച്ചു. മകനെ, ഇനി എനിക്ക് മരിച്ചാലും വേണ്ടില്ല, എൻ്റെ മോനെ കണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മ സന്തോഷിച്ചു. വഴിയിലേക്ക് വരുന്ന ഇടയിൽ അപ്പച്ചൻ വീണു. അപ്പച്ചന് കാലിടറി. വഴിയിലേക്ക് വരുന്നതിനിടയിൽ തോബിത്തിന് കാലിടറി. തിരുവചനം പറയുന്നുണ്ട്. വഴിയിലേക്ക് വരുന്നതിനിടയിൽ, വാതിൽക്കലേക്ക് വരുന്നതിനിടയിൽ തോബിത്തിന്റെ കാലിടറി, അവിടെ വീണു. തോബിയാസ് അപ്പച്ചനെ പിടിച്ചു. പിതാവേ,
എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതിന് ശേഷം സഞ്ചി തുറന്ന് കയ്പ കണ്ണിൽ പുരട്ടി. ഉടനെ തന്നെ എന്തോ പൊഴിഞ്ഞു വീണു. വെളുത്ത പടലങ്ങൾ പൊഴിഞ്ഞു വീണു എന്നാട്ടോ സുവിശേഷത്തിൽ, വചനത്തിൽ. വെളുത്ത പടലങ്ങൾ പൊഴിഞ്ഞു വീണു കഴിഞ്ഞപ്പോൾ തോബിയാസിനെ തോബിത്ത് കണ്ടു. അപ്പച്ചാ, ദേ എനിക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു. എൻ്റെ അസറിയാസ് എന്ന് പറഞ്ഞ സുഹൃത്ത് എൻ്റെ ഭാര്യയായ സാറായെ എനിക്ക് തന്നു. അവനായ എന്നെ ഒരു മത്സ്യം മെഴുകാൻ വന്നപ്പോൾ അവനാണ് എന്നെ രക്ഷിച്ച്, അവനാണ് എന്നോട് പറഞ്ഞത് അവൻ്റെ മത്സ്യത്തിൻ്റെ ചങ്കും കരളും ഇട്ട് പോകാൻ. ചങ്കും കരളും ഇട്ട് പുകച്ചപ്പം പിശാച് ഓടിപ്പോയി. അതുപോലെ തന്നെ കയ്പ പുരട്ടി ഇപ്പൊ കാഴ്ച കിട്ടുകയും ചെയ്തല്ലോ. അവൻ വലിയൊരു കൂട്ടുകാരനാണ്, നല്ലൊരു കൂട്ടുകാരനാണെന്ന്, അവന് ഒരുപാട് മരുന്നുകളൊക്കെ അറിയാം, നല്ലൊരു കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു. ഉടനെ തോബിയാസ് നടന്ന് രഘുവേലിന്റെ പുത്രി സാറായെ എതിരേൽക്കാൻ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മകളെ, നിനക്ക് സ്വാഗതം. നിന്റെ പിതാവ് വലിയവനാണ്, നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്, നിനക്ക് നല്ലതേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. തോബിയാസിന്റെ പിതാവും അവരുടെ അയൽക്കാരനുമായ തോബിത്തിന് കാഴ്ച കിട്ടിയത് അറിഞ്ഞ് അയൽവാസികളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. തോബിത്ത് അവരുടെ മുൻപിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അതേ തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന് നിന്നോട് കൂടെ പോരാനായിട്ട് ഇറങ്ങിത്തിരിച്ച നിന്റെ അസറിയാസ് എന്ന സുഹൃത്തിന് ആവശ്യമായ പൈസ, പണം കൊടുക്കാൻ പറഞ്ഞു. പണമൊക്കെ കൊടുക്കാൻ വേണ്ടി എടുത്തു. ആ സമയത്താണ് ദൂതന്റെ വെളിപ്പെടുത്തൽ. റഫായേൽ രണ്ടുപേരെയും മാറ്റി നിർത്തി, രണ്ടുപേരെയും ഒരു സ്ഥലത്തേക്ക് മാറ്റി നിർത്തി. സുഹൃത്തുക്കളെ, അപ്പച്ച, കൂട്ടുകാരാ, എന്ന് പറഞ്ഞ് രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, സ്നേഹിതരെ, നിങ്ങളിപ്പോൾ കാണുന്ന ഞാൻ, നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഞാൻ റഫായേലാണ്. 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ്. നീ ദാനധർമ്മങ്ങൾ ചെയ്തപ്പോഴും സൽപ്രവൃത്തികൾ ചെയ്തപ്പോഴും നീ ആ മരിച്ചവനെ അടക്കം ചെയ്തപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. നീ ചങ്കുപൊട്ടി കരഞ്ഞ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ആ കാര്യം ഞാൻ പരിശുദ്ധനായ ദൈവത്തെ ഉണർത്തിച്ചത് കൊണ്ട് ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നിങ്ങളിപ്പോൾ എന്നോട് കണ്ടത് ഒരു ഛായാ ദർശനം മാത്രമാണ്. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. തോബിയാസും സാറായും തോബിയാസും കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചു. പിന്നീട് നോക്കിയപ്പോൾ കണ്ടില്ല. അവൻ അപ്രത്യക്ഷമായെന്ന് കണ്ട് കമിഴ്ന്നു വീണ് ദൈവത്തെ തോബിയാസും ആരാധിച്ചു. അതേ തുടർന്ന് തോബിയാസിന്റെ അപ്പനായ തോബിത്ത് ഇങ്ങനെയൊരു ഗാനം രചിച്ചു. അതോടുകൂടിയാണ് സുവിശേഷം അവസാനിക്കുക. അതോടുകൂടിയല്ല, തോബിത്ത് പറയുന്ന ഒരു വാചകവും കൂടി ഉണ്ട് കേട്ടോ.
ഒരു പാട്ടുരൂപത്തിൽ ഗാനരൂപത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലി, നിത്യനായ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ്, അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തമാണ് അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി അർപ്പിച്ച് പിതാവായ ദൈവത്തിന് നന്ദി ചൊല്ലി തോപിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 14-ാം വചനം തോപിത്ത് സ്തോത്രഗീതം അവസാനിപ്പിച്ചു. 14-ാം വചനത്തിന്റെ അവസാന വാക്യം, മരണത്തിന്റെ നേരത്ത് തോബിയാസിനെ വിളിച്ച് മരണത്തിന്റെ നേരത്ത് പറഞ്ഞു, മക്കളെ, എനിക്ക് മരിക്കാറായി, എനിക്ക് വയസ്സായി, ഞാൻ മരിക്കും, ഈ നിനവേ നഗരം നശിപ്പിക്കപ്പെടും. ആമോസ് പ്രവാചകന്റെ വാക്കുകൾ അതുപോലെ നിറവേറും. അതുപോലെ തന്നെ നിനവേ നഗരം നശിപ്പിക്കപ്പെടും. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു വളരെ ഗഗനമേറിയ ഒരു കുറേ വാചകങ്ങൾ തോപിത്ത് പറഞ്ഞു. നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ പൊക്കോളുക, അല്ലെങ്കിൽ നിനവേ നഗരം നശിപ്പിക്കപ്പെടും. ഭാര്യമാരെയും പുത്രന്മാരെയും പവിത്രന്മാരെയും കൂട്ടി നിങ്ങൾ ഇവിടുന്ന് പൊക്കോളുക, രക്ഷപ്പെട്ടോളുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ് തോബിത്ത് മരിച്ചു. 110-ാമത്തെ വയസ്സിലാണ് തോബിത്ത് മരിക്കുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. കഥയല്ല കേട്ടോ, കഥയല്ലെന്ന് നമുക്കറിയുകയും ചെയ്യാം. നമ്മുടെ തോബിത്തിന്റെ പുസ്തകമാണ് കേട്ടോ. ഈ തോബിത്തിന്റെ പുസ്തകം ഒന്നുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ്. ഭയങ്കര ഒരു അട്രാക്റ്റീവ്, ഭയങ്കര ഒരു ഇഷ്ടം, ഭയങ്കര രസം, നല്ല രസമാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇങ്ങനെ വീണ്ടും 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 കേൾക്കുമ്പോഴേ. ഇനി അടുത്ത ദിവസം നാളെയാവട്ടെ, അടുത്ത ദിവസം നമുക്ക് അബ്രാഹത്തിന്റെ കഥ ഞാനിതുപോലെ വീഡിയോ ആയിട്ടിടാം കേട്ടോ. അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കുന്ന കഥ ഇതുപോലെ വീഡിയോ ആയിട്ടിടാം. കുഞ്ഞിക്കഥയേ ഉള്ളൂ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇത്രയും സമയം റഫായേൽ വാലയുടെ സാന്നിധ്യത്തെ കുറിച്ചും തോബിയാസിന്റെയും ജീവിതത്തിലും സാറായുടെ ജീവിതത്തിലും എങ്ങനെ ഇടപെട്ടു എന്നതിനെ കുറിച്ച് ധ്യാനിക്കാൻ സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ അപേക്ഷിക്കുന്ന നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയം അന്വേഷണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരം ദൈവം തരുന്നത് ദൈവം അനുവദിക്കുന്നു, ദൈവം ആശീർവദിക്കുന്നു മാത്രം നമ്മുടെ എല്ലാ ജീവിതത്തിലും കുടുംബത്തിൽ സംഭവിക്കട്ടെ. തോബിയാസിന്റെയും ജീവിതത്തിലേക്ക് അനുഗ്രഹമായി കടന്നു വന്ന ദൈവം നമ്മുടെ കൃപയായി കടന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള കുഞ്ഞി വിശുദ്ധ ഗ്രന്ഥത്തിലെ ചെറിയ കഥകളും വചന പ്രഘോഷണങ്ങളും എല്ലാമായി
നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.